സാമാന്യം ചെറുപ്പത്തിൽ നല്ല ശമ്പളം, നല്ല തസ്തിക, കാറ്, പദവി, ഇതൊക്കെ ഏതെങ്കിലും ദിക്കിൽ നിന്ന് ഉള്ള ആക്രമണങ്ങൾക്ക് വഴിമരുന്നിട്ടിട്ടുണ്ട്? അല്ല, ചെറുപ്പത്തിൽ തന്നെ നല്ല ശമ്പളം എന്ന് പറഞ്ഞാൽ, ഞാൻ സാറ് തന്നെ നേരത്തെ സൂചിപ്പിച്ചു, ഞാൻ JRF സ്റ്റൈഫൻ എനിക്ക് ലഭിക്കുന്നുണ്ടായിരുന്നു. അല്ല, അർഹതയുടെ അല്ല ഞാൻ പറഞ്ഞത്. ഞാൻ അന്ന് നെറ്റ് ക്വാളിഫൈഡ് ആകുന്ന സമയത്ത് കോളേജിൽ ജോലിക്ക് പോകുകയായിരുന്നെങ്കിൽ നമുക്ക് ആ തരത്തിലുള്ള രൂപത്തിൽ കാര്യങ്ങൾ മുമ്പോട്ട് പോകാമായിരുന്നു. യുവജന കമ്മീഷൻ എന്ന് പറയുന്നത് 18 വയസ്സിന് 40 വയസ്സിന് ഇടയിലുള്ള ഒരാൾക്ക് മാത്രം വഹിക്കാൻ കഴിയുന്ന ഒരു സ്ഥാനമാണ് യുവജന കമ്മീഷൻ ചെയർപേഴ്സൺ എന്ന് പറയുന്നത്. അതപ്പോൾ തീർച്ചയായിട്ടും ആ പ്രായപരിധിയിലുള്ള ഒരാൾക്ക് മാത്രമേ ആ ഉത്തരവാദിത്തത്തിലേക്ക് വരാൻ കഴിയൂ. അതിപ്പോൾ ഇത്തവണ ഞാനായി, ഇപ്പോൾ എൻ്റെ കാലാവധി കഴിയുമ്പോൾ മറ്റൊരാൾ അതിലേക്ക് വരും. അപ്പോൾ ഈ ശമ്പളം ഞാൻ ഇത്ര രൂപ നിശ്ചയിക്കണമെന്ന് ഞാൻ എവിടെ ആവശ്യപ്പെട്ടിട്ടില്ല. അതാ പദവിയുടെ, ഈ പദവിയും ശമ്പളവും കിട്ടുന്ന ഒരാളോടുള്ള സ്വാഭാവികമായ മലയാളിയുടെ അസൂയയാണോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഭാഗത്തു നിന്നുള്ളൊരു അസൂയയാണോ, കുശുമ്പാണോ, കുന്നായ്മയാണോ എന്ന് ഞാൻ ചോദിച്ചത്. അങ്ങനൊന്നുമല്ല. അങ്ങനെ അസൂയയും കുശുമ്പും കുന്നായ്മയും ഒന്നും ഉണ്ടാകേണ്ട മാത്രം പ്രധാനപ്പെട്ട ആളൊന്നുമല്ല ഞാൻ. എനിക്ക് തോന്നുന്നു ഞാൻ പണ്ട്, അല്ലെങ്കിൽ ഞാൻ പ്രസംഗ പൊതുവേദികളിലൊക്കെ വളരെ ഷാർപ്പായി നിലപാടുകൾ പറഞ്ഞിട്ടുണ്ട്. വളരെ അഗ്രസീവായി ചില കാര്യങ്ങൾക്കകത്ത് സ്റ്റാൻഡ് എടുത്ത് പ്രസംഗിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലൊക്കെയുള്ള പ്രതിഷേധങ്ങൾ അത് ഞാൻ രാഷ്ട്രീയമായി പറഞ്ഞിട്ടുള്ളതാണ്. അതിന് രാഷ്ട്രീയമായി നേരിടേണ്ടതിന് പകരം അതിനെയെല്ലാം വ്യക്തിപരമായി നേരിടാൻ, വ്യക്തിഹത്യ നടത്താൻ നമ്മുടെ എതിരാളികൾ ചെയ്യുന്ന ഒരു തന്ത്രമായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. അതിൽ ചിലപ്പോൾ നിഷ്കളങ്കരായ മനുഷ്യർ വിശ്വസിച്ച് പോയിട്ടുണ്ടാവാം. പക്ഷേ ഇതൊന്ന് കാലം എന്ന് പറയുന്നത് ഇതിൻ്റെ എല്ലാം സത്യാവസ്ഥകൾ പുറത്തു കൊണ്ടുവരുമല്ലോ. അതുകൊണ്ട് ഞാൻ വളരെ ഓപ്റ്റിമിസ്റ്റിക്കാണ്. ഇപ്പോൾ തന്നെ എത്ര പേരാണ് എന്നെ വിളിച്ചിട്ട് എല്ലാ പിന്തുണയും അറിയിക്കുന്നത്. പിന്നെ ഈ ഒരു മഹാപ്രസ്ഥാനത്തിൻ്റെ പിന്തുണ ഉള്ളപ്പോൾ ഇതിൻ്റെ മുമ്പിൽ ഒന്നും ഭയപ്പെടേണ്ടതില്ല എന്ന ഒരു ഉറച്ച ബോധ്യത്തോടു കൂടി തന്നെയാണ് ഞാൻ പോകുന്നത്.